മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. വൈശമ്പായന മഹർഷിയോട് ജനമേജയ മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചു: അല്ലയോ മഹർഷി, കർണനെ കുറിച്ചിട്ടുള്ള ഒരു ഭയം യുധിഷ്ഠിരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ആ ഭയം? അപ്പോൾ വൈശമ്പായന മഹർഷി പറയുകയാണ്: ഞാൻ ആ കഥ ഇവിടെ വിവരിക്കാം. വനവാസത്തിന് ശേഷം തിരിച്ചെത്തിയ പാണ്ഡവരുടെ കൂടെയാണ് ഇന്ദ്രൻ. അവരുടെ ക്ഷേമമാണ് ഇന്ദ്രന്റെ ലക്ഷ്യം. കർണന് കവചകുണ്ടലങ്ങൾ ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം കർണനെ തോൽപ്പിക്കാൻ പാണ്ഡവർക്ക് കഴിയുകയുമില്ല. പിന്നെ എങ്ങനെ രാജ്യം തിരിച്ചുപിടിക്കും? അപ്പോൾ കർണന്റെ കയ്യിൽ നിന്നും ആ കവചകുണ്ടലങ്ങൾ മോഷ്ടിക്കാൻ, അല്ലെങ്കിൽ ദാനമായി ചോദിക്കാൻ ഇന്ദ്രൻ തീരുമാനിച്ചു. ദാനമായി ചോദിച്ചാൽ കർണൻ തീർച്ചയായും തരും. ദാനശീലനാണല്ലോ കർണൻ. അതുകൊണ്ട് ദാനം ചോദിക്കാമെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു. ഇത് സൂര്യൻ അറിഞ്ഞു. സൂര്യൻ ഉടനെ തന്നെ കർണന്റെ അടുത്തെത്തി. അമൃത് കൊണ്ടുണ്ടാക്കിയ ഈ കവചകുണ്ടലങ്ങൾ നീ ആർക്കും ദാനം ചെയ്യരുത്. ദാനം ചെയ്താൽ നീ ക്ഷയിക്കും. ഇത് കേട്ട് കർണൻ ചോദിക്കുകയാണ്: അങ്ങ് ആരാണ്? ഞാൻ നിന്റെ ജയം ആഗ്രഹിക്കുന്ന സൂര്യഭഗവാനാണ്. അപ്പോൾ കർണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങ് തന്നെ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താണ് എനിക്ക് ഭയം? ശ്രേഷ്ഠരായ ബ്രാഹ്മണർ വന്ന് എന്ത് ചോദിച്ചാലും ഞാനത് കൊടുക്കും എന്നത് എൻ്റെ വ്രതമാണ്. ആ വ്രതത്തെ തടയാൻ ആർക്കും സാധ്യമല്ല. അവർ വന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ടതെൻ്റെ കടമയാണ്. സത്കീർത്തിയെ സംരക്ഷിക്കുകയാണ് പ്രാണരക്ഷയേക്കാളും എനിക്ക് മുഖ്യം. കർണ, അർജുനനെ ജയിക്കണമെന്ന് നിനക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നീ ഈ കവചകുണ്ടലങ്ങൾ ഇന്ദ്രനെ കൊടുക്കരുത്. ഇന്ദ്രൻ ബ്രാഹ്മണന്റെ വേഷം ധരിച്ചാണ് വരുന്നത്. അപ്പോൾ കർണൻ പറയും: ബ്രാഹ്മണൻ വന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ലോകപ്രസിദ്ധമായ എൻ്റെ വ്രതം തെറ്റായിപ്പോവും. ഞാനിതെല്ലാം കണ്ട ഒരു സ്വപ്നമാണെന്ന് പിറ്റേ ദിവസം രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ കർണൻ സൂര്യഭഗവാനോട് പറയും. അപ്പോൾ സൂര്യഭഗവാൻ പറയും: ഇതൊന്നും സ്വപ്നമല്ല, ഇത് ശരിക്കും ഞാൻ വന്നത് തന്നെയാണ്. നിന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി ഇന്ദ്രൻ ചോദിക്കുമ്പോൾ നീ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ തോൽവി ഉറപ്പാണ്. അപ്പോൾ കർണൻ പറഞ്ഞു: ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ദാനം എന്ന ആ മഹാ സംഭവത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. അത് പറഞ്ഞ് സൂര്യഭഗവാൻ അന്തർദാനം ചെയ്തു. ഇന്ദ്രന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കർണൻ. ഞാൻ കവചകുണ്ടലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ദ്രന്റെ ശക്തി അദ്ദേഹം തരുമായിരിക്കും. കർണൻ അങ്ങനെ ഇന്ദ്രനെയും കാത്ത് ഇരുന്നു. ഒരിക്കൽ കുന്തിഭോജ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു ബ്രാഹ്മണൻ, മഹാനായ ഒരു താപസൻ വന്നു ചേർന്നു. ആ താപസനെ പരിചരിക്കാനായി കുന്തിഭോജൻ തന്റെ പുത്രിയായ പ്രതയെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷയിൽ സന്തുഷ്ടനായ ബ്രാഹ്മണൻ പൃഥയോട് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പൃഥ പറഞ്ഞു: എനിക്ക് വരമൊന്നും വേണ്ട. ഇതിൽ സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ഞാനൊരു മന്ത്രം ഉപദേശിച്ചു തരാം. ആ മന്ത്രം ഇഷ്ടമുള്ള ദേവനെ ആവാഹിച്ചാൽ നിന്റെ മുന്നിൽ വരുന്നതാണ്. ഇത് കേട്ട് പൃഥ അത്ഭുതപ്പെട്ടു. ഒന്നും അവൾ ഉരിയാടിയില്ല. ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ചാൽ ദേവൻ മുന്നിൽ വരുന്ന ആ മഹാമന്ത്രം ബ്രാഹ്മണൻ പൃഥയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് ബ്രാഹ്മണൻ തിരിച്ചു പോയപ്പോൾ പൃഥ ഈ മന്ത്രം അവിടെ പരീക്ഷിച്ചു. സൂര്യഭഗവാനെ നോക്കി ധ്യാനിച്ചു. സൂര്യഭഗവാൻ ഉടനെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. സൂര്യഭഗവാനിൽ പൃഥയ്ക്കൊരു കുഞ്ഞുണ്ടായി. കന്യകയായ ഒരു യുവതി പ്രസവിച്ചാൽ നാണക്കേട് ആ പിതാവിനും മാതാവിനും ആണല്ലോ. ഇത് ഭയന്ന് ഈ പൃഥ സൂര്യദേവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജന്മനാ തന്നെ തന്റെ കവചകുണ്ടലങ്ങളെല്ലാം പുത്രന് സൂര്യൻ നൽകിയിട്ടുമുണ്ട്. അശ്വനദിയിൽ ഒരു കുടക്കീഴിൽ തന്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി കുന്തി ഒഴുക്കിവിട്ടു. ആ കുട്ടിയാണ് പിന്നീട് കർണനായി തീർന്നത്. കർണനെ രാധയും അതിരഥനും എടുത്തു വളർത്തുകയാണ് ഉണ്ടായത്. കൗമാരപ്രായമായപ്പോൾ അസ്ത്രവിദ്യയിൽ മിടുക്കനായ കർണനെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് വളർത്തച്ഛനായ അതിരഥൻ പറഞ്ഞയച്ചു. ദുര്യോധനന്റെ മിത്രമായി കർണൻ മാറി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്ദ്രൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ
കർണന്റെ അടുത്ത് വന്ന് കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെട്ടു. കർണൻ അത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പകരം എനിക്ക് അങ്ങ് ഒരു ശക്തി തരണം. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ പ്രയോഗിക്കുന്ന ഈ ആയുധം പ്രയോഗിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട് ആയുധം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. നീ പ്രയോഗിച്ചാൽ നിന്റെ ശത്രു മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഹേ കർണ, നീ ആഗ്രഹിക്കുന്നത് അർജുനനെ വധിക്കാനല്ലേ? പക്ഷേ ആ അർജുനനെ സംരക്ഷിക്കുന്നത് ആരാണെന്നറിയാമോ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. വേറെ ആയുധങ്ങൾ നിന്റെ കയ്യിൽ ഇല്ലാത്തപ്പോഴോ ഒരു ജീവൻ മരണ പ്രതിസന്ധി ഇല്ലാത്തപ്പോഴോ നീ ഈ ശക്തി ആർക്കു നേരെയും പ്രയോഗിക്കരുത് എന്നും പറഞ്ഞ് ഇന്ദ്രൻ മടങ്ങി. ഒരു വലിയ വിപത്തു തടുക്കാൻ വേണ്ടി മാത്രമേ ഞാനിത് ഉപയോഗിക്കൂന്ന് കർണൻ പറയുകയും ചെയ്തു. തന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട കർണനെ ഓർത്ത് കൗരവർക്ക് സങ്കടമായി. പാണ്ഡവർ സന്തോഷിക്കുകയും ചെയ്തു. ജയദ്രഥനിൽ നിന്നും പാഞ്ചാലിയെ വീണ്ടെടുത്ത് പാണ്ഡവർ കാമ്യകവനത്തിൽ നിന്നും ദ്വൈതവനത്തിലേക്ക് മാറി താമസിച്ചു. അവിടെ അവർ കുറെ കാലം കായ്കനികളൊക്കെ ഭക്ഷിച്ച് താമസിച്ചു വന്നു. യാഗത്തിന് ഉപയോഗിക്കുന്ന അരണി എന്ന തടി ഒരു മാനിന്റെ കൊമ്പിൽ കോർത്തു. മാന് ഓടിപ്പോയി. യുധിഷ്ഠിരനും സഹോദരങ്ങളും ആ മാനിനെ പിടിക്കാനായി വനത്തിലേക്ക് പോയി ഒരു വടവൃക്ഷത്തിന്റെ താഴെ ഇരിപ്പായി. മാനിനെ കണ്ടതുമില്ല. അവർക്ക് ദാഹം തുടങ്ങി. അങ്ങനെ ഒരു തടാകം അന്വേഷിക്കാൻ നകുലനോട് പറഞ്ഞു. നകുലൻ പോയി തടാകത്തിന്റെ അരികിൽ ചെന്നപ്പോൾ ഒരു അശരീരി മുഴങ്ങി, ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കരുത്. പക്ഷെ നകുലൻ ദാഹം കൊണ്ട് കുടിച്ചു. പെട്ടെന്ന് നകുലൻ ചലനമറ്റു വീണു. ഇതേപോലെ സഹദേവനും ചലനമറ്റു വീണു. അർജുനനും ചലനമറ്റു വീണു. ഭീമനും ചലനമറ്റു വീണു. തുടർന്നുള്ള കഥയ്ക്കായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യമത്രേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻ്റ് ഇടാനും മറക്കല്ലേ. അടുത്ത ഭാഗത്ത് യക്ഷ യുധിഷ്ഠിര സംവാദവുമായി കാണാം.